വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റുള്ളൂ അല്ലേ? വിതയ്ക്കുന്ന കൊയ്യ. പിള്ളേർ നമ്മളെ കണ്ടല്ലേ വളരുന്നേ, നമ്മുടെ ക്രിയകൾ കണ്ട ഈ പിള്ളേർ. പണ്ടൊരു മോൻ അപ്പനോട് പറഞ്ഞു, അച്ചായ എനിക്കിന്ന് അച്ചായനെ ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കണം. അപ്പനോട് എന്നെ ഡൗട്ട്, ഇന്നിങ്ങനെ ഞാൻ തന്നെയാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ അപ്പന് 68 വയസ്സ് കഴിഞ്ഞു. അപ്പം ചോദിച്ചു, എന്നെ നിനക്ക്? അല്ല, എനിക്ക് ഇന്ന് ഒരു ആഗ്രഹം, അച്ചായനെ നല്ലതുപോലെ എണ്ണ തേച്ച് കടവിൽ കൊണ്ടുപോയി. എന്നാൽ അപ്പനോട് തന്നാൽ ഇവൻ്റെ ആഗ്രഹമല്ല. എന്നാൽ ജോയിക്കുട്ടി എണ്ണ തേക്കാൻ പറഞ്ഞു. തല നിറച്ച എണ്ണ വേവിച്ച് നന്നായിട്ട് തടകി. എന്നാൽ അപ്പം പറഞ്ഞാൽ നമുക്ക് എന്നാൽ കടവിലോട്ട് പോവാം. ഇല്ല, തോളലോട്ട് കയറി കാണാൻ പറഞ്ഞു. അപ്പം അപ്പന് പിന്നെ കടവിൽ വെച്ചൊരു ദൂരം പോകണം. അപ്പോൾ അപ്പനെ തോളെ കയറ്റിയപ്പോൾ അപ്പൻ ഇങ്ങനെ തോളത്തിരിക്കുക, ജോയിക്കുട്ടി നടക്കുക. അപ്പോൾ അപ്പനും മിടുക്കനാ. അപ്പൻ ചോദിച്ചു, ജോയിക്കുട്ടി ഇന്ന് എണ്ണ തേപ്പിച്ച് തോളെ കയറ്റി കടവിൽ കൊണ്ട് കുളിപ്പിക്കാൻ നിനക്ക് ആഗ്രഹം വന്ന് നീ എന്നോട് സത്യം പറയന്ന. അപ്പം കടവെടുത്തു, നടന്ന് കടവിൽ വന്നു. നീ എന്നോട് എന്താണെന്നില്ല സത്യം പറ. അപ്പം അവൻ പറഞ്ഞു, അച്ചായൻ ചങ്കിന് കൊള്ളുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് സത്യം പറയാം. അച്ചായനെ കുളിപ്പിക്കണമെന്നുള്ളത് ആഗ്രഹം, പക്ഷേ നന്നായിട്ട് കുളിപ്പിച്ച് കടവിൽ മുക്കി കൊല്ലാൻ വേണ്ടിയാണ്. ഇപ്പം 68 ഇനിയിപ്പോൾ ചുമയും ശ്വാസം മുട്ടലും ചൂടുവെള്ളം കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴും 2 ഫ്ലാസ്കിനകത്ത്. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തുറന്നങ്ങ് പറയാൻ കുഴപ്പമില്ലല്ലോ. കടവിൽ കൊണ്ട് തോളത്തിരുന്ന അപ്പൻ ഇറങ്ങാൻ പോവാ. അവനുണ്ടെങ്കിൽ കടവിലോട്ട് ഇറങ്ങച്ചാന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല, അവിടെ നിൽക്ക്, ഒരു കാര്യം ചെയ്യണം, ഈ കടവിൽ വെച്ച് എന്നെ കുളിപ്പിക്കരുത്, അണ്ട് അപ്പുറത്തെ കടവിൽ കൊണ്ടുപോകണം. ഉടനെ അവൻ ചോദിച്ചു, അതെന്നാ? ഉടനെ അപ്പം പറഞ്ഞ്, ഞാൻ എൻ്റെ അപ്പന് 78 വയസ്സുള്ളപ്പോൾ ഈ കടവിലാണ് ഇങ്ങനെ ഒന്ന് കുളിപ്പിച്ചത്. ആ കടവിൽ തന്നെ നീ എന്നെ നമുക്കൊന്ന് കടവ് മാറാം. പുള്ളിയുടെ അപ്പനെ 78 പുള്ളി കുളിപ്പിച്ച്, പുള്ളിക്ക് ഇപ്പോൾ 68 ആയതേ ഉള്ളൂ. അപ്പം ജോയിക്കുട്ടി നിൽക്കുക കുളിപ്പിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വിതയ്ക്കുന്നത് കൊയ്യും. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും, പക്ഷേ നീതി വിതച്ചാൽ 100 മേനി നീതി നിനക്ക് കൊയ്യാം. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനെ അമ്മയും ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. ഇത് കൽപ്പനയാ. അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. അതിന് സമയം പോകുന്നു. 4-ാം വാക്യം വായിച്ച മോളെ. ഇനി മാതാപിതാക്കളുണ്ട്. പിതാക്കന്മാരെന്ന് വിളിക്കുന്നെങ്കിൽ മാതാക്കളുണ്ട് അതിനകത്ത്. ആനമനെ സൃഷ്ടിച്ചപ്പം ഉണ്ടായിരുന്നല്ലോ. പിതാക്കന്മാരെ, നിങ്ങളെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഇനി മാതാപിതാക്കളുടെ ഒരു കാര്യം പറയാം, മക്കളെ കോപിപ്പിക്കരുത്. അപ്പനും അമ്മയും ചില കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു പഴമണിയുണ്ട്, തൻ്റെ മക്കൾ തന്നോളമായ താനെന്ന് ചൊല്ലണമെന്ന. പിള്ളേരോട് മുമ്പേ പറഞ്ഞ പോയിന്റ്, വേറെ കൃത്യം കാണിക്കരുത്, കൃത്യമായിരിക്കണം കാര്യം. മക്കളെ കോപിപ്പിക്കരുത്. ബാലശിക്ഷയിലും പത്യോപദേശം. പിള്ളേരെ 119 സങ്കീർത്തനം കാണാതെ പഠിപ്പിക്കുന്നതല്ല പ്രാധാന്യം, പത്യോപദേശം പഠിപ്പിക്കുന്നതാ. 119 പഠിക്കുന്ന നല്ലതാ, സങ്കീർത്തനമല്ലേ. അതിലുപരി പത്യോപദേശം പഠിപ്പിക്കണം. മോളെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പ്രായമുള്ളവരെന്ന് എഴുന്നേക്കണം. പ്രായമുള്ളവരാണ്, അവർക്ക് ചായയോ കാപ്പിയോ കൊണ്ട് ചോദിച്ചു കൊടുക്കണം. ഊണിൻ്റെ സമയത്താണ് വന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവരോട് പറയണം, അപ്പച്ച കൈ കഴുകി വെച്ചിരിക്കാം. ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിച്ചെടുക്കണം. ഭിക്ഷക്കാർ വീട്ടിൽ വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിക്കണം. പത്യോപദേശം. നിങ്ങൾ വല്യമ്മച്ചോടൊന്നും കയറി പറയരുത് കേട്ടോ. അക്ഷരം വേണ്ടരുത് വല്യമ്മച്ചോട്. അപ്പച്ചനോടൊന്നും പറയരുത് കേട്ടോ. പിള്ളേരെ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങളെല്ലാം.
സ്തോത്രം. പത്യോപദേശത്തിൽ വളർത്തണം പിള്ളേരെ. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം. അത് വേണം, അത്യാവശ്യമാണ്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, കൊഞ്ചിക്കേണ്ട സമയത്ത് കൊഞ്ചിക്കണം, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. ശാസിച്ച് അമർത്തേണ്ട വിഷയം വരുമ്പം ശാസിച്ച് അമർത്തണം. ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. ഏലിക്ക് പറ്റിയ കുഴപ്പം ശാസിച്ച് അമർത്തിയില്ല. ശാസിച്ച് അമർത്താൻ കൊണ്ട് ആണ്ട പട്ട് കിടക്കുന്ന 2 എണ്ണം. മരുമകൾ അവിടെ ലേബർ റൂമിൽ വെച്ച് പോയി. അപ്പൻ പുൽപ്പറ്റലിരിക്കുന്നു, പുറകോട്ട് വീണ് കടുത്ത് ഒടിഞ്ഞ് താണ്ട കിടക്കുന്നു. സ്തൂലിച്ചിരിക്കുകയായിരുന്നു. സ്തൂലിച്ച് കാരണം ചിക്കൻ എല്ലാം അടിച്ച് നല്ല സ്തൂലിച്ച് ഇങ്ങനെ പെടലിയൊന്നുമില്ല. ആണ്ട കിടക്കുന്നു. ശാസിച്ച് അമർത്തിയില്ല. അപ്പം ശാസിക്കേണ്ടതിൽ ശാസിക്കണം, ശാസിച്ച് അമർത്തേണ്ടതാണ് അമർത്തണം, അടിക്കേണ്ട വിഷയമാണ് അടിച്ചു വളർത്തണം. ഒലയ്ക്കൊക്കെ അടിക്കരുത്, നല്ല കമ്പ് കിട്ടും. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. ഡിഫൻഡർ അല്ല, അതൊക്കെ വേറെ കേസ്, അതൊക്കെ പോയല്ലോ. ബാലന് ശിക്ഷ കൊടുക്കാതെ ഇരിക്കരുത്. പൊട്ടിപ്പോകത്തക്ക തല്ലെന്ന. അപ്പം അടിയുടെ ഫോഴ്സ് വരെ സദൃശവാക്ക് ഏതായത്തിലടിക്കണം. ബൈബിളിലുണ്ട് അതൊക്കെ. ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം ഇത്. കൂടെ കൂടെ തല്ലുകയും ചെയ്യരുത്. എടുക്കുന്ന കൈ ഉച്ചക്കണ്ട പേടി പോവും. ചെല്ലു പറഞ്ഞു നിന്നെ ഇങ്ങനെ ഈ കറണ്ട് അടിച്ച പോലെ നിൽക്കുന്നതാണ് അമ്മ. തല്ലത്തുമില്ല. പിന്നെയും പിന്നെ ചെല്ലുമ്പോൾ കോച്ച് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കറണ്ട് അടി ഉള്ളതാന്ന് പറഞ്ഞു. പേടിയൊന്നും വരിക. തല്ലുന്ന വിഷയം ഇന്ന വിഷയത്തിനാണ് നിന്നെ തല്ലുന്നെന്നും പറയണം. ഇന്ന കാര്യത്തിനാണ് നിന്നെ ശിക്ഷിക്കുന്നത്, ഇനി അത് ആവർത്തിക്കരുത്. കർക്കശമായി പറഞ്ഞു വേണം. പിള്ളേർ തെറ്റ് ചെയ്ത് അനുകൂലിക്കരുത്. അപ്പൻ്റെ കുറ്റമോ അമ്മയുടെ കുറ്റമോ പിള്ളേർ പറയുമ്പം അമ്മയുടെ അടുക്ക വന്ന് അപ്പൻ്റെ കുറ്റം പറഞ്ഞ് അന്നേരം അടി കൊടുത്ത് ശാസിക്കണം. അപ്പൻ്റെ അടുക്ക വന്ന് അമ്മയുടെ കുറ്റം പറയുമ്പം അടിക്കണം. അമ്മയുടെ അടുക്ക വന്ന് പറയാം ഈ പപ്പായുടെ കാര്യം നിനക്ക് ഇപ്പോഴേലും പിടികിട്ടിയല്ലോ, കുപ്പായുടെ കാര്യം പിടികിട്ടിയല്ലോ. അതെനിക്കറിയാം, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. Swiggy, Food Instamart Dine Out. Download now. For all your sudden plans, get hold of Havells Hair Dryer. Powerful airflow for quick styling. Cool shot button to set the look. Get your very own hair hack to put any plan on track. Havells Hair Dryer. Take charge of your look. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഭാര്യയുടെ കുറ്റം വന്ന് അമ്മയുടെ കുറ്റം വന്ന് അപ്പനോട് പറയും, പപ്പ ഈ മമ്മി എന്നെ എങ്ങനെ നിനക്കിപ്പോൾ തോന്നിയില്ലേ ഇവളെയാ ഞാൻ 22 കൊല്ലമായിട്ട്. അമ്മയുടെ കുറ്റം വന്ന് പിള്ളേർ പറയുമ്പോൾ അപ്പൻ ശാസിക്കണം, എടാ മിണ്ടിപ്പോകരുതെന്ന് പറയണം. അപ്പൻ്റെ കുറ്റം വന്ന് അമ്മയോട് പറയുമ്പോൾ വേണ്ട 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 നിർത്ത്. എന്തുവായി സമയം പറയണേ. അല്ല നിങ്ങൾ പിന്നെ പറയരുത്. അയാൾക്ക് ആളിനെ കണ്ടപ്പോൾ ഇളക്കം കയറി ആളങ്ങ് പോയി. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാ. പിന്നെ യോഗം തുടങ്ങാനൊരു സമയമുണ്ട്, പിന്നെ എല്ലാത്തിനും സമയമില്ലേ. ഞങ്ങൾക്ക് തിരിച്ച് പോകാനും ഒരു സമയം. ദൈവത്തിന് മഹത്വം. അപ്പനെ അമ്മയും പിള്ളേരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. പിള്ളേർ തെറ്റ് ചെയ്ത് അനുകൂലിക്കരുത്. ചില പിള്ളേർ കള്ളത്തരം കാണിക്കും, അന്നേരം നിർത്തിയേക്കണം.
എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞൊരു സംഭവം. 2 പിള്ളേർ, ഇപ്പോഴല്ല പണ്ടാ, സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വന്നപ്പം കണ്ടത്തിൽ പച്ചക്കറി, കണ്ടം വഴി വേണം വരാൻ, വയൽ, പച്ചക്കറി കൃഷി, പടവളവും പാവലും കോവയ്ക്കായും പയറും ഒക്കെ ഇങ്ങനെ ധാരാളം. അപ്പോൾ ആൺപിള്ളേർ 2 മിടുക്കന്മാരാ. അമ്മമാർ ആ പാവൽ തോട്ടം അവിടുന്ന് മുഴുത്ത പാവയ്ക്ക് 3-4 എണ്ണം മൂട്ടിച്ചു. അത് കിടക്കുന്ന കണ്ടാൽ മൂട്ടിക്കാൻ തോന്നും. അമ്മമാർ മൂട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ചോദിച്ചു, എവിടെ നിന്നാണ് പാവയ്ക്ക? അത് ഞങ്ങളിങ്ങോട്ട് വന്നപ്പം ഒരാൾ തന്നതാ. ആര് തന്നു? അതും അവിടെ നിന്ന് അച്ചായൻ, ഏറച്ചായൻ, അതും അവിടെ തോർത്തുമൊക്കെ തലയെ കെട്ടി തന്ന അച്ചായൻ. ഏത് തോർത്ത്? തലയെ കെട്ടി. പറയടാ, എവിടെ നിന്നാണ് ഇത്? അത് ഇവനാ ഇത് പറിച്ചത്. നീ പറിച്ചില്ലേ? ഞാനാ ചെറുതാ പറിച്ചത്. അവനാ വലുത് 2 എണ്ണം. കള്ളത്തരം പിടിച്ചു. എന്തിനാ ഇത് പറിച്ചു? പാവയ്ക്കാ നല്ലതാമേ. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്കിഷ്ടമാണ്? എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമാണ്? എനിക്കിഷ്ടമാണ്. ഇഷ്ടമാന്നേ. ഈ അമ്മ ചെയ്തത് നടന്ന കാര്യമാണ്. എൻ്റെ വല്യമ്മച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു, കറച്ചട്ടിക്കകത്തോട്ട് ഇട്ട് ഒരല്പം വെള്ളം ഇട്ട്, ഉപ്പൊന്നും ചേർത്തില്ല, പറ്റിച്ചു. 2 ഇല വെട്ടി, 3-4 പാവയ്ക്കായില്ലേ, 2 ഇല വെട്ടിയിട്ട് തുടച്ച് 2 അവന്മാരെ അങ്ങോട്ട് ഇരുത്തി പാവയ്ക്ക 2 ഇലയിലോട്ട് വിട്ട് മുഴുത്തൊരു കാപ്പിക്കമ്പ് കൊടുത്തുണ്ടെന്ന് കഴിക്കടാന്ന് പറഞ്ഞു. ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? ഉപ്പ് പോലും ചേർക്കാത്ത പാവയ്ക്ക, കൈപ്പന്തൊരു പാവയ്ക്ക ഒരു കഷ്ണം എടുത്ത് കഴിച്ചപ്പോഴേ പരുവക്കേടായി, കഴിക്കുന്നില്ല, അടിച്ചു, കുഴഞ്ഞു. 3-4 അടി 2 കൊടുത്ത്. ഇനി മോട്ടിക്കോടാന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എവിടുന്നേലും മോട്ടിക്കോടാ? ഇല്ല. എന്തെങ്കിലും മോട്ടിക്കോടാ? ഇല്ല. അടിച്ചു. ആ ചട്ടിക്കകത്തോട്ട് പാവയ്ക്ക കുടഞ്ഞിട്ടു. മൂത്തവൻ്റെ തലയെ വെച്ച് കൊടുത്തു. ഇളയവനെ നടത്തി. അമ്മ തന്നെ 2നെയും കൂടെ കൊണ്ടുപോവുക പാവയ്ക്ക പറിച്ചെടുത്തോട്ട്. അവിടെ ചെന്നപ്പോൾ കൃഷിക്കാരൻ അന്തം വിട്ടുപോയി. ഇടയ്ക്ക് അടിക്കുന്നുണ്ട്, കരഞ്ഞോണ്ടാ. അവിടെ കൊണ്ടുവന്നു. അയാൾ ഓടി വന്നു, അയ്യോ എന്തുവാ? അതേ ഉമ്മ 2 4 മണി വിട്ട് പോന്നപ്പോൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന പാവയ്ക്കായ മോട്ടിച്ചതാ. അപ്പോൾ ആ കൃഷിക്കാരൻ, അയ്യോ എന്തിനാ കുഞ്ഞുങ്ങളേത്? അതുങ്ങൾ ഇഷ്ടത്തിന് ആഗ്രഹത്തിനല്ലേ 2 എണ്ണം പറിച്ചത്, അതിനിങ്ങനെ ചെയ്യണം? മോശമായിപ്പോയി. 2 കൊണ്ട് പറിച്ചുകൊണ്ട് പോകും. അടിച്ചു. അയാളുടെ മുന്നിലിട്ട് 2 അടി അടിച്ചു. അന്നേരം അയാൾ കയറി വടിക്ക് പിടിച്ചു. പിന്നെ അടിക്കാൻ വന്നപ്പം അടിച്ചു. ഇച്ചിരി താമസിക്കുമെന്ന് പറ. പുള്ളി പയ്യെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ശ്രദ്ധിച്ചേ, അടിച്ചു. അപ്പം ഈ കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ കൊച്ചുങ്ങളെ അത്ര അടിച്ചത് മോശമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മയുടെ ഡയലോഗാണ്, അതാ വല്യമ്മച്ചി എന്നെ പഠിപ്പിച്ചേ. അമ്മയുടെ ഡയലോഗാ, അതേ ഇപ്പം ഞാനിവരെ അടിച്ചാൽ നാട്ടുകാർ പിന്നെ തല്ലുന്നത് ഞാൻ കാണേണ്ടി വരികയല്ല. പ്രായമാകുമ്പോഴേ ഇപ്പം ഞാനിവരെ 2 അടി അടിച്ചാൽ ഇവർ വളർന്നു വരുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ കൂട്ടം കൂടി ഇവരെ തല്ലുന്നത് ഞാൻ കാണത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ അടിക്കാതെ വിട്ടാൽ എൻ്റെ കണ്ണു മുമ്പിലിട്ട് നാട്ടിലുള്ളവരെല്ലാം കൂടെ പൊതിരെ തല്ലുന്നത് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായോ? അങ്ങനെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തണം. സ്തോത്രം. ഇവർക്കൊക്കെ കുറച്ചുകൂടെ ഞാൻ പറയുന്നത് മനസ്സിലാകും. പണ്ടൊക്കെ സന്ധ്യയ്ക്ക് വീട്ടിൽ പാട്ട് പാടി പ്രാർത്ഥിച്ചില്ലേ കഞ്ഞി കൊടുക്കുകയല്ല, ഉറക്കെ പാടുകയും ചെയ്യണം. സ്തോത്രം. അവർക്കാർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല.
ആട്ടെ, മാതാപിതാക്കളെ ബഹുമാനിച്ചോണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും. ഇനി ദാസന്മാരോട് കാര്യം പറഞ്ഞു. വായിച്ചേ 5-ാം വാക്യം. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും. ഒരു സഭയിൽ യജമാനനും ദാസനുമുണ്ട്. മുതലാളിയും തൊഴിലാളിയും ഒരു സഭയിലാണ് കൂടുന്നത്. ആ തൊഴിലാളി യജമാനനോട് നല്ല രീതിയിൽ ഇടപെട്ടോണം. സഭാവിശ്വാസിയാണെന്ന് പറഞ്ഞ് കൂടെ ചെന്ന് കടം മേടിക്കുകയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം. അല്ലെ പിന്നെ പുള്ളി മനസ്സറിഞ്ഞ് ചെയ്യുന്നെങ്കിലും ഓക്കെ. അടുത്ത വാക്യം വായിച്ചേ മോളെ. ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാൽ അല്ല പിന്നെയോ ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. അങ്ങനെ വേണം യജമാനന്മാരെ സേവിക്കാൻ. ദാസന്മാര് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ കൂടെ ചെന്ന് ഉപദ്രവിക്കരുത്, അവർക്കെതിരെ സമരം ചെയ്യാൻ ആൾക്കാരെ സംഘടിപ്പിക്കരുത്. പാടാ ജോർജ്, കൊടിയുണ്ട്, നമുക്ക് ഇന്ന് തന്നെ അവിടെ ധർണ നടത്തണം. ഇയാളെ എങ്ങനെ മനസ്സിലായോ? ഇനി 9-ാം വാക്യം വായിച്ച വിവരിക്കാൻ നേരമില്ലല്ലോ. യജമാനന്മാരെ, പിന്നെ മുതലാളിമാരോട് പറയാ, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുക. വേലക്കാരുടെ നല്ല രീതിയിൽ പെരുമാറണം. വളിച്ചതും പുളിച്ചതൊന്നും വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് കൊടുക്കരുത്. ഫ്രിഡ്ജിനകത്ത് വെച്ച് 3 ആഴ്ചയായി വളിച്ചു, ഒരു നാറ്റവും. ആർക്കും നിനക്ക് വേണം, എനിക്ക് വേണ്ട, അവൾക്ക് വേണം, എനിക്ക് വേണ്ട, അതൊക്കെ വേണം, എന്നാ പട്ടിക്ക് കൊടുക്കുക. പട്ടി ഇങ്ങനെ പട്ടിയും പുറകോട്ട് വലിഞ്ഞു. എന്നാൽ ഒരു കാര്യം മാറ്റി പോയി, തറ തുടയ്ക്കാൻ പറ്റുന്ന തങ്കയ്ക്ക് കൊടുക്കാം. തറ തുടയ്ക്കാൻ വരുന്ന അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. ഈ വീട്ടിൽ ജോലിക്ക് വരുന്ന പ്രായമുള്ള അപ്പം കാണും, തെങ്ങിന് തടവെടുക്കാൻ. അടുക്കള ജോലി ചെയ്യാൻ വരുന്ന അമ്മമാരും സഹോദരിമാരും കാണും. കൊച്ചു പിള്ളേരെ കൊണ്ടവരെ പേര് വിളിപ്പിക്കരുത്. കൊച്ചു പിള്ളേരെ കൊണ്ടവരെ തെങ്ങിന് തടവെടുക്കാൻ വന്നൊരു അപ്പൻ വേലയ്ക്ക് വന്നതാ. 75 വയസ്സ്. 12 വയസ്സുള്ള കൊച്ചൻ, ജോർജേ കാപ്പി, ജോർജ്. അഥവാ പിള്ളേർക്ക് അറിയാൻ പാടില്ല, വിളിച്ചാൽ പ്രായം, എടാ അപ്പച്ചാന്ന് വിളിയടാന്ന് പറയണം, ഇല്ല ജോർജാന്ന് വിളിയടാ, പറഞ്ഞ് ശീലിപ്പിക്കണം. മനസ്സിലായോ? അടുക്കളപ്പണിക്ക് വരുന്ന അമ്മയായിരിക്കും, അവരുടെ സാഹചര്യം കൊണ്ടാണ് ജോലിക്ക് വരുന്നത്. പിള്ളേരെ കൊണ്ടൊന്നും പേര് വിളിപ്പിക്കരുത്. സ്തോത്രം. അവരുടെ നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. വീട്ടുവേലയ്ക്ക് വരുന്നവരോട് നല്ല കരുണയോടെ ഇടപെടണം കേട്ടോ. വീട്ടുവേലക്കാരും അങ്ങനെ ആയിരിക്കണം, അടിച്ചു മാറ്റരുത്. 12 പ്ലേറ്റ് ഉണ്ടായിരുന്നു, 1 എടുത്ത് മാറ്റി. സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് ഓർത്തോണം. മുതലാളിമാരും അങ്ങനെ ആയിരിക്കണം. ചിലർ വീട്ടു ജോലിക്ക് വന്ന് ആരെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഉടനെ വാഷിംഗ് മെഷീൻ കേടാകും. അവൾ നിന്ന് അലക്കുക. മിക്സി വർക്ക് ചെയ്യുന്നില്ല, വേലക്കാരി വന്നേ പിന്നെ. മനസ്സിലാകുന്നുണ്ടോ എന്നാന്ന്? അങ്ങനെയുള്ള വീടുകളും നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും വേലക്കാർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുത്തോണം. വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ പ്രശ്നക്കാരാന്നല്ല ഈ പറഞ്ഞത്. മനസ്സിലായോ? ജോലിക്കാർക്ക് ചാറും പുളിയും, വീട്ടുകാർക്ക് മാത്രം മീൻ്റെ കഷണവും. നിങ്ങളുടെ അവരുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. പണ്ട് ഞങ്ങളുടെ കുട്ടനാട്ടിലെ
വീട്ടുപേര് പറയുന്ന മോശമാണ്, ഇത് പിടിക്കുന്നത് കൊണ്ട് അവരെങ്ങാനും കേൾക്കുകയാണ്, അത് പിന്നെ ഒരു എന്താ വെറുതെ ഒരു ഇടർച്ച. വീടും ആളുമൊക്കെ എനിക്ക് നല്ല തിട്ടമാണ്. അപ്പോൾ ആ വീട്ടിലെ മുതലാളി നല്ല മനസാക്ഷിയുള്ളവനാണ്. മുതലാളി വേലക്കാരോടൊക്കെ നല്ല കരുണയും ദയുള്ള. തള്ളച്ചി അഹങ്കാരിയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പല്ലേ. ഊണിൻ്റെ സമയമായപ്പം ഉച്ചയ്ക്ക് മുതലാളി തിണ്ണയിലുണ്ട്, വലിയ തിണ്ണ, നെടുതീളം തിണ്ണയാണ്, കസാരയും മേശയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തള്ള മുതലാളിക്ക് വീട്ടിലെ കാരണവർക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. അന്നൊക്കെ വസ്തി, ഇവിടെ എന്നാ പറഞ്ഞിരത്തില്ല, വസ്തി എസ്തേറിൻ്റെ പുസ്തകത്തിലേ അല്ല,